ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നൊരു സ്പെഷ്യൽ പുഡിംഗ് ആണ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗാണിത്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു റോബസ്റ്റ ബനാന കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. റോബസ്റ്റ ഇല്ലെങ്കിൽ ചെറുപഴമായാലും മതി, ഏതെങ്കിലും ബനാന ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബദാം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അത് ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 7 ഈത്തപ്പഴം കുരു കളഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്രീം ക്യാരമൽ, ഇനി അതാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അതൊരു പാക്കറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം ഒരു പാനിലേക്ക് അരിച്ചെടുക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് 3 മിനിറ്റ് തിളപ്പിക്കണം. അടിയിൽ പിടിക്കാതെ കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് മാറ്റാം. ചൂടോടെ തന്നെ മാറ്റണം. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഇത് കട്ടിയാവും. ഞാനിത് 3 ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഇനി തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം ഇത് കട്ടിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുരു കളഞ്ഞ ഈത്തപ്പഴമാണ് എടുക്കുന്നത്. ഒരു ഈത്തപ്പഴം കുരു കളഞ്ഞെടുത്തിട്ട് കൈയുടെ വെള്ളയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിലേക്ക് വെളുത്ത എള്ള് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ 3 പാത്രത്തിലും വെച്ചിട്ടുണ്ട്. പിന്നെ ബനാന റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അനാറ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഗ്രീഡിയൻസ് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.